സർ, അങ്ങയുടെ നടത്തിയ റൂളിങ്ങിനെയൊന്നും ഞങ്ങൾ എതിർക്കുന്നില്ല. അങ്ങയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട്, ചെയറിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയറിലൂടെ സൂചിപ്പിച്ചു. പക്ഷേ ഞങ്ങളിവിടെ ഈ നിയമസഭാ നടപടികളുമായി സഹകരിക്കാത്തതിനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഞങ്ങളിവിടെ സൂചിപ്പിച്ചു. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇതുവരെ ഇല്ലാത്ത ഒരു നടപടിക്രമം റൂൾ 50യുമായി വന്നതാണ്, നിയന്ത്രണം വന്നതാണ്. മാത്രമല്ല, സർവകക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി അസന്നിഗ്ധമായി ഇതിനു മുൻപ് റൂൾ 50 എങ്ങനെയായിരുന്നു ആ രീതിയിൽ ഇനി തുടർന്നു പോകാൻ സാധ്യമല്ല എന്നുള്ളൊരു നിലപാട് സർവകക്ഷി യോഗത്തിൽ എടുത്തു. സർ, അത് സംബന്ധിച്ച് ആണ് ഞങ്ങൾക്ക് ഏറ്റവും ഗുരുതരമായ ആരോപണം ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ദിവസം ചെങ്കോട്ടുകോണത്ത് നടന്ന ഒരു പെൺകുട്ടിക്കെതിരായി നടന്ന ആക്രമണമാണ് ഞങ്ങൾ ഈ സഭയിൽ കൊണ്ടുവന്നത്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. സാർ, ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കഴിഞ്ഞ ദിവസം വഞ്ചിയൂരിലും ഉണ്ടായ സംഭവങ്ങൾ ഞങ്ങൾ ഈ സഭയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച വിഷയത്തിൻ്റെ ഗൗരവം കുറേ കൂടി വലുതാക്കുന്നു. എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഈ സംഭവങ്ങളെല്ലാം പുറത്തു നടക്കുമ്പോൾ സഭയിൽ ഈ വിഷയം അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യാൻ അനുമതി നിഷേധിക്കപ്പെടുന്നത് പ്രതിപക്ഷത്തിൻ്റെ അവകാശത്തിന്മേലുള്ള പൂർണ്ണമായ കൈകടത്തലാണ്. സർ, ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഈ നിയമസഭയിൽ നടന്ന നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത കേസാണ്. അത് ചെയറിനെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ സർക്കാരാണ് പോലീസ്, സർക്കാരെടുത്ത പോലീസാണ്. വാദി പ്രതിയായി മാറുകയും വനിതാ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള 2 അംഗങ്ങൾ ഉൾപ്പെടെ 7 പേർക്കെതിരായി 10 വർഷം തടവ് ശിക്ഷ കിട്ടുന്ന ഗുരുതരമായ ജാമ്യമില്ലാ കേസുകൾ എടുത്തിരിക്കുകയാണ്. സാർ, ഈ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടും അത് തന്നെയാണ്. കള്ളക്കേസ് എടുത്തിരിക്കുകയാണ്. സാർ, ഈ സാഹചര്യത്തിൽ സഭാ നടപടികളുമായി യോജിച്ചു പോകാൻ ഞങ്ങൾക്ക് യാതൊരു കാരണവശാലും ഞങ്ങൾക്ക് കഴിയില്ല.